നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഏത് മനുഷ്യരും ചിന്തിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം, സാമ്പത്തികമായി എല്ലാവിധ ദുരിതങ്ങളും മാറി വളരെയധികം സാമ്പത്തിക ഉന്നതി വന്നു ചേരണം എന്നത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. എന്നാൽ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മകൾ കൊണ്ട് നമ്മളിൽ നിന്ന് വന്നു ചേരുന്ന ചില തെറ്റുകൾ നിമിത്തം നമ്മളിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിന് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാറുണ്ട്. അതായത് ഒന്ന് വ്യക്തമാക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പത്ത് വന്നു ചേരണമെന്നാണ്. എന്നാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഈ ഒരു വലിയ തെറ്റ് നിമിത്തം നമ്മളിലേക്ക് എത്തുന്നത് കൊടിയ കടബാധ്യതകളാണ്. ഒരിക്കലും മോചനം ലഭിക്കാത്തതായ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പരമപ്രധാനമായ കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുവാനായി പോകുന്നത്. അതായത് ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരണം എന്നതാണോ നിങ്ങളുടെ ആവശ്യം? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഗൃഹത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വാങ്ങിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു കാരണവശാലും കടമായി വാങ്ങിക്കുവാൻ പാടില്ലാത്തതായ 3 പ്രധാനപ്പെട്ട വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഈ വസ്തുക്കൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കടമായി വാങ്ങുന്നത് വഴി ലക്ഷ്മി ദേവിയുടെ കോപമാണ് വന്നു ചേരുന്നത്. ലക്ഷ്മി ദേവി കോപിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? കടങ്ങൾ വന്നു ചേരും, ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ദാമ്പത്യ ജീവിതത്തെ വരെ അത് ബാധിക്കും. അതിനാൽ തന്നെ ദാരിദ്ര്യമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പരാധീനതകളിൽ നിന്നും രക്ഷ നേടുന്നതിന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ദാനമായി വാങ്ങാൻ പാടില്ലാത്ത ഈ വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ വസ്തു ഉപ്പാണ്. അതായത് മഹാലക്ഷ്മി വാസമുള്ള വസ്തുവാകുന്നു ഉപ്പ്. പ്രത്യേകിച്ച് ഉപ്പിൽ ലക്ഷ്മി ദേവിയുടെ കൃപ അടങ്ങിയിട്ടുണ്ട് എന്നത് അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിത് തീർച്ചയായും മനസ്സിലാക്കുക. കടലിനടിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളിലൊക്കെയും ലക്ഷ്മി സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് കല്ലുപ്പ് പരമപ്രധാനമായ ഈ 3 വസ്തുക്കളിൽ ആദ്യത്തെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അയൽ വീടുകളിൽ നിന്നോ മറ്റാരിൽ നിന്നുമോ ഒരു കാരണവശാലും ഉപ്പ് ദാനമായിട്ടോ കടമായിട്ടോ വാങ്ങാൻ പാടുള്ളതല്ല. ഇപ്പോൾ നിങ്ങളിൽ ഒരു സംശയമുണ്ടാകും, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ? അത് നമ്മൾ ദാനം സ്വീകരിക്കുകയല്ല, നമ്മൾ നമ്മുടെ കയ്യിൽ ധനം കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുകയാണ്. അതിനാൽ തന്നെ അങ്ങനെ വാങ്ങുന്നത് കൊണ്ട് വിഷയമില്ല. ഇവിടെ പറഞ്ഞത് ഒരാൾ സ്നേഹ സമ്മാനമായി തരുന്നതോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് വാങ്ങിക്കുന്നതോ ആയ ഉപ്പിനെക്കുറിച്ചാണ്. ഇപ്പോൾ ദാനമായിട്ടാണെങ്കിലും കടമായിട്ടായാലും ഉപ്പ് വാങ്ങുവാൻ പാടുള്ളതല്ല. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ഉപ്പ് വാങ്ങുന്ന ഒരു വേളയിൽ അതിന് ധനം നിങ്ങൾ കൊടുത്തേ വാങ്ങാൻ പാടുള്ളൂ. അതായത് നമ്മൾ പറ്റ് വാങ്ങാറുണ്ട്. ഒരാഴ്ച സാധനം വാങ്ങിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ധനം തരാമെന്ന് പറഞ്ഞ് സാധനം വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ വാങ്ങുമ്പോഴും മറ്റുള്ള സാധനങ്ങളുടെ കാര്യമല്ല, ഉപ്പിൻ്റെ ധനം എത്രയാണെങ്കിലും അത് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുവാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ദാരിദ്ര്യ ദുഃഖം, ലക്ഷ്മി ദേവിയുടെ കോപം എന്നിവ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിന് കാരണമാകും. അതേപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച്, അതായത് ഒരു പാക്കറ്റ് ഉപ്പ്, ആ ഉപ്പിൻ്റെ പകുതി ഭാഗം ഒരാൾ ഉപയോഗിച്ച് എന്നിട്ട് ഇത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാങ്ങരുത്. അതും സ്നേഹസമ്മാനമാണ് അല്ലെങ്കിൽ ദാനമാണ്. കൂടാതെ പാതി പൊട്ടിച്ച ഉപ്പ് വാങ്ങുന്നതിലൂടെ ആ വ്യക്തിയിൽ വസിച്ചിരിക്കുന്നതായ സകലവിധ നെഗറ്റീവ് ഊർജങ്ങളും വാങ്ങിക്കുന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും. ഇതുവഴി വാങ്ങിക്കുന്നവൻ ആരോ ആ വ്യക്തിക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഉപ്പ് മോഷ്ടിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകും. ഇതുവഴി
കൊടിയ സാമ്പത്തിക ദുരിതങ്ങളും ദുർച്ചിലവുകളും വന്നു ചേരും. ഉപ്പ് ആരും മോഷ്ടിക്കാറില്ല, എങ്കിൽ പോലും ഉപ്പ് അറിയാതെ ഒരിടത്തു നിന്ന് അവരറിയാതെ നമ്മൾ എടുത്തുകൊണ്ട് പോരുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ അവരറിയുന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ ആ ഉപ്പുമായി വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മൂദേവിയായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമായിരിക്കും വന്നു കയറുന്നത്. അതുവഴി തന്നെ ഒരുപാട് ദുഃഖങ്ങളും വിനകളും വന്നു ചേരുന്നതിന് കാരണമാകും. അപ്പോൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയിൽ നിന്ന് ദാനമായി വാങ്ങിക്കാൻ പാടില്ലാത്ത 3 വസ്തുക്കളിൽ പരമപ്രധാനമായ വസ്തുവാണ് ഇവിടെ ഉപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തത് ഓയിൽ, അതായത് എണ്ണയാണ്. ശനിയുടെ പ്രതീകമാണ് എണ്ണ. അതുകൊണ്ട് തന്നെ എണ്ണ കടമായോ ദാനമായോ ചോദിച്ചു വാങ്ങുകയാണെങ്കിലും ശനിദേവൻ്റെ കൊടിയ പീഡകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മനോവ്യതകളും രോഗാദി ദുരിതങ്ങളും അരിഷ്ടതകളും ഉണ്ടാകുന്നതിന് ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധ്യതയാകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു വ്യക്തിയിൽ നിന്ന് കടമായോ ദാനമായോ എണ്ണ വാങ്ങുവാൻ പാടുള്ളതല്ല. അടുത്ത മൂന്നാമത്തെ വസ്തു ഇരുമ്പുപകരണങ്ങളാണ്. അതായത് പിച്ചാത്തി, സൂചി, കത്രിക, മഴു, സ്ക്രൂ ഡ്രൈവർ, കൊടുവാള്, ഇരുമ്പ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ പണിയായുധങ്ങൾ. ഇത്തരം ഉപകരണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കടമായോ അതോ ദാനമായോ സ്വീകരിച്ചാലും ശനിദേവൻ്റെ അതികഠിനമായ കോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ഓടിച്ചെന്ന് നമ്മൾ വേറൊരു ഗൃഹത്തിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നതും നമുക്ക് അത്ര ഉത്തമമായി പറയുവാൻ സാധിക്കുകയില്ല. പിന്നെ ഒരു വീട്ടിൽ ഒരു ഇതുപോലെയുള്ള കോടാലി അല്ലെങ്കിൽ ഇരുമ്പ് എന്ന സാധനങ്ങൾ ഒരാൾ വാങ്ങിച്ചു, ഒരു 1, 2, 3 എണ്ണം അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരുടെ അടുത്തേക്ക് വന്ന് ഞാൻ 2, 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം നിനക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുമ്പോ കോടാലിയോ കൊടുവാളോ മഴു ഇങ്ങനെയുള്ള തന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങിക്കരുത്. ആ വ്യക്തിയോട് പറയണം, സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള ഈ വസ്തുക്കൾ കൊടുക്കുന്നതിലൂടെ ദോഷമാണ് നിങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഇരുമ്പ് ഉപകരണങ്ങൾ കൊടുക്കുവാൻ പാടില്ല. അതുകൂടാതെ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചയച്ച് ആ കുട്ടിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴും മാതാപിതാക്കൾ പോകുമ്പോഴും മകളെ വിവാഹം കഴിച്ച വീട്ടിലേക്ക് മാതാപിതാക്കൾ പോകുമ്പോഴും ഒരു കാരണവശാലും സ്നേഹസമ്മാനമായി ഇങ്ങനെയുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കാര്യങ്ങളിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി തകർക്കാൻ കഴിയുന്നതായ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്നത് മനസ്സിലാക്കുക. നമ്മൾക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ ദോഷങ്ങളിലേക്കും അതേപോലെ വലിയ മാറ്റങ്ങളിലേക്കും ഗുണങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. അത് നമ്മൾ പറയാറുണ്ട്, പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന 3 വസ്തുക്കൾ ആരിൽ നിന്നും കടമായിട്ടായാലും ദാനമായിട്ടായാലും സ്നേഹ സമ്മാനമായിട്ട് തന്നാലും വാങ്ങരുത്. വാങ്ങിയാൽ അതോടെ ജീവിതം മുടിഞ്ഞു അല്ലെങ്കിൽ നശിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മി ദേവി വസിക്കാത്ത ഒരു ഗൃഹത്തിൽ ഒരു കാരണവശാലും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും കളിയാടുകയില്ല. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിന് കാരണമായി മാറാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുക, ഈ 3 വസ്തുക്കൾ ആരിൽ നിന്നും ദാനമായി സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.